രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം തപഷഡ്ഭാഗമക്ഷയ്യം ദദത്തി അരണ്യഗോഹിന എന്ന കാളിദാസൻ പറയുന്നത്, ദുഷ്യന്തനെ കൊണ്ട് പറയിക്കുന്നത് നമ്മള് ശകുന്തളത്തിൽ കേൾക്കും. ഋഷിമാര് അവരുടെ തപസ്സിന്റെ 1/6 നമുക്ക് നൽകുന്നു, അത് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കും. അങ്ങനെ ഈ നാടകങ്ങളിലും കാവ്യങ്ങളിലും കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴേക്കും ഭാരതത്തിന്റെ പഴയകാലത്തെ സർവകാര്യങ്ങളും ഭരണകാര്യങ്ങളും എല്ലാം നമുക്ക് നേരിട്ട് കൃത്യമായി അത്യന്തം സൂക്ഷ്മമായി അറിയാം. അങ്ങനെ സമ്പത്തിനെ സമാർജിക്കണം യഥായോഗ്യം. എന്തിനു വേണ്ടിയിട്ട്? അതിനെ തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനല്ല, ഈ രാജ്യത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ബാങ്കുകളിൽ കൊണ്ടുപോയി രഹസ്യമായിട്ട് നിക്ഷേപിക്കാനുമല്ല. പിന്നെയോ അതിനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കാനാണ്. കാളിദാസന്റെ രഘുവംശത്തിൽ പറയും, സൂര്യവംശത്തിൽ പറഞ്ഞ രാജാക്കന്മാര് ഇങ്ങനെയായിരുന്നു. അവര് സൂര്യനെ പോലെ തന്നെയാണ്. അവർ സമുദ്രത്തിൽ നിന്നിട്ട്, സൂര്യൻ എങ്ങനെയാ സമുദ്രത്തിൽ നിന്നിട്ട് ജലം സ്വീകരിക്കും, എന്നിട്ട് അതിനെ ആകാശത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അതിനെ സൂക്ഷിച്ചു വെക്കുകയാണോ? അല്ല, അദ്ദേഹം അത് മഴയായിട്ട് ഈ ലോകത്തെ മുഴുവൻ സമ്പുഷ്ടമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എല്ലായിടവും എത്തിച്ചു കൊടുക്കും. അതാണ് പ്രജാനാമേവ ഭൂത്യർത്ഥം സതാഭ്യോ ബലിമഗ്രഹീത്. കാളിദാസന്റെ രഘുവംശത്തിൽ പറയാ. സൂര്യവംശത്തിൽ പറഞ്ഞ രാജാക്കന്മാർ, രാമന്റെ ഈ വംശം, ദശരഥന്റെ ഈ വംശം, ദശരഥന് മുമ്പുള്ള ആ രാജാക്കന്മാരുടെ എല്ലാം പാരമ്പര്യമാണ് കാളിദാസൻ അതിൽ കേൾപ്പിച്ചു തുടങ്ങുന്നത്. ആ വംശത്തെ മുഴുവനായിട്ട് അദ്ദേഹം അതിനകത്ത് വർണ്ണിക്കുന്നുമുണ്ട്. ഈ രാജാക്കന്മാര് താഭ്യോ ബലിമഗ്രഹീത്, ആ നാട്ടുകാരിൽ നിന്നിട്ട് കരം സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? പ്രജാനാമേവ ഭൂത്യർത്ഥം, നാട്ടുകാരുടെ എല്ലാ പേരുടെയും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. അതിന് അനേകം മടങ്ങായിട്ടാണ് നാട്ടുകാരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം, ഈ രാജാക്കന്മാര് വിനിയോഗിക്കുന്നത്. ഈ കരം സ്വീകരിക്കുന്ന രാജാവിന് സന്തോഷിക്കാനല്ല, രാജാവിന് സുഖിക്കാനല്ല, രാജാവിന്റെ അക്കൗണ്ട് വളർത്താൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ നാട്ടുകാരുടെ ഭൂതിക്ക് വേണ്ടിയിട്ട്. പ്രജാനാമേവ ഭൂത്യർത്ഥം. ആ ശ്ലോകത്തിലെ ആദ്യത്തെ പാദത്തിൽ തന്നെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി കരം പിരിച്ചു? അത് ആദ്യം പറഞ്ഞു, പിന്നീടാണ് കരം പിരിച്ചു എന്ന് പറയണേ. അപ്പൊ അതിന്റെ പ്രാധാന്യം പ്രജകളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സതാഭ്യോ ബലിമഗ്രഹീത്. അദ്ദേഹം അവരിൽ നിന്നിട്ട്, ഈ രാജാവ് അവരിൽ നിന്നിട്ട്, രഘുവും അതേപോലെ ഇക്ഷ്വാകുവും ഒക്കെ നാട്ടുകാരിൽ നിന്നിട്ട് കരം സ്വീകരിച്ചു. ഏതുപോലെ? സമുദ്രമെന്ന പോലെ. സഹസ്രഗുണമുത്സൃഷ്ടം ആദത്തേഹി രസം രവി. രവി, സൂര്യൻ 1000 മടങ്ങായിട്ട് ലോകത്തിന് വർഷിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമുദ്രത്തിൽ നിന്ന് രസത്തെ, വെള്ളത്തെ വലിച്ചെടുക്കുന്നത്. നോക്കണം, നല്ലൊരു ഉദാഹരണം നമുക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, ആനന്ദിക്കാൻ പറ്റിയ നല്ല ഉദാഹരണം. അതാണ് കാളിദാസൻ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഇങ്ങനെയാണ് സൂര്യവംശജര് സമ്പത്ത് ഖജനാവിൽ കൊണ്ടുവന്നത്. അതേപോലെ ഇതിനു വേണ്ടിയിട്ടാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സമ്പത്ത് സംഭരിച്ചത്. ഇവിടെ വാൽമീകി മഹർഷി ദശരഥനെ കൊണ്ട് പറയിക്കുന്നു. ദശരഥൻ പറഞ്ഞു,
കോഷ്ടാകാര ആയുധാകാരൈഹി കൃത്വാ സന്നിചയാൻ ബഹൂൻ. വളരെയേറെ സമ്പത്ത് ഖജനാവിൽ വരുത്തണം. ഒരിക്കലും എവിടെയും ചോർച്ചയുണ്ടാകാൻ പാടില്ല. എന്തിനു വേണ്ടി? നാട്ടുകാർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ. അത് നാട്ടുകാരിലേക്ക് തന്നെ എത്തണം. ഇടയ്ക്ക് വെച്ച് അത് പല ദുഷ്ടബുദ്ധികളാല് അത് അപഹരിക്കപ്പെടരുത്. കൃത്യമായി ആരിലാണോ എത്തേണ്ടത് അവരിൽ തന്നെ എത്തണം. അങ്ങനെ കോഷ്ടാകാരത്തെ വളർത്തണം. ഖജനാവിൽ എപ്പോഴും നിറയെ കാശുണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ളതായ കർമ്മങ്ങൾ വളരെ വിപുലമായിട്ട് കൃഷിയും കച്ചവടവും മറ്റെല്ലാ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഫലം എല്ലാവരിലും എത്തുന്നു എന്ന് ഉറപ്പും വരുത്തണം. അതേപോലെ തന്നെ ആയുധാകാരവും സൈനിക നിരയ്ക്ക് കരുത്ത് പകരുന്നതായിട്ടുള്ള ആയുധ സംഭരണി. ആവശ്യത്തിന് സൈന്യം ഉണ്ടാകണം. ആ സൈന്യത്തിന് ആവശ്യത്തിനുള്ളതായ ആയുധങ്ങൾ ഉണ്ടാകണം. എന്തിനാ? അവരാവശ്യമാണ്. ബലിഷ്ഠമായ രാജ്യം ആവശ്യമാണ്. ബലിഷ്ഠമായ സേന ആവശ്യമാണ്. നാട്ടുകാരെ ഉപദ്രവിക്കാനല്ല, ലോകത്തെ ഉപദ്രവിക്കാനും ആക്രമിക്കാനുമല്ല. പിന്നെയോ ആക്രമിക്കുന്ന ആളുകളെ അവരെ കീഴ്പ്പെടുത്തി നിർത്താൻ അത് വേണം. ഒരു വലിയൊരു ബലിഷ്ഠമായ സൈന്യമില്ലെങ്കിൽ ആ രാജ്യം പെട്ടെന്ന് തകർന്നു പോകും. സൈനിക ശേഷിയില്ലാത്ത ഒരൊറ്റ രാജ്യത്തിനും നിലനിൽക്കാനാവില്ല. മറ്റുള്ളവരെ ആക്രമിക്കും. ഇന്നും ആക്രമണങ്ങൾ അങ്ങനെ നടക്കുന്നു. ഇപ്പൊ ഇതാ ഏറിയ പങ്കും സാമ്പത്തിക ആക്രമണങ്ങളാണ്. സാമ്പത്തിക ആക്രമണങ്ങളിലൂടെ സാമ്പത്തിക സാമ്രാജ്യങ്ങളെ നിർമ്മിക്കുക എന്നുള്ള പ്രക്രിയ ഇന്ന് പുതിയ രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് വെടിമരുന്ന് കൊണ്ട് കോളനികൾ സൃഷ്ടിച്ചു. ഇന്ന് അങ്ങനെ പ്രകടമായിട്ട് പറ്റില്ല. എങ്കിലും എല്ലായിടവും ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. അത് എല്ലായിടവും സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചു കൊച്ചു രാജ്യങ്ങളെ, കൊച്ചു കൊച്ചു ജനസമൂഹങ്ങളെ തമ്മിൽ കലഹിപ്പിച്ചിട്ട് അവിടെയെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കി യുദ്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, സാമ്പത്തിക സർവാധിപത്യം, സാമ്പത്തിക സാമ്രാജ്യം, അങ്ങനെ സമ്പത്ത് എന്നുള്ള ആയുധം കൊണ്ട് സാമ്രാജ്യം വികസിപ്പിക്കുക, സമ്പത്ത് മുഴുവൻ തന്റെ കയ്യിലേക്ക് ഒതുക്കുക എന്നുള്ളതായ പ്രവൃത്തികൾ നടക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയണം. അത്തരം കുത്സിത തന്ത്രങ്ങളിൽ നിന്നിട്ട് സമൂഹത്തെ രക്ഷിക്കാൻ കഴിയണമെങ്കിൽ അതിനു വേണ്ടുന്നതായ ശേഷി രാജ്യത്തിനുണ്ടാകണം. സാമ്പത്തിക ശേഷി ഉണ്ടാകണം. അതേപോലെ തന്നെ സൈനിക ശേഷി ഉണ്ടാകണം. ഇതെല്ലാം കൗടല്യന്റെ അർത്ഥശാസ്ത്രത്തില് നമുക്ക് വിശദമായിട്ട് കേൾക്കാൻ കഴിയും. അങ്ങനെ കോഷ്ടാകാര ആയുധാകാരേ കൃത്വ സന്നിചയാൻ ബഹൂൻ ഇഷ്ടാനുരക്ത പ്രകൃതിഹി യ പാലയതി മേദിനീം. ഇങ്ങനെ ഭൂമിയെ രക്ഷിക്കണം. അങ്ങനെ രക്ഷിക്കുന്നവനാണ് എല്ലാവർക്കും പ്രിയങ്കരനായി തീരുക. പ്രകൃതികളെല്ലാം അങ്ങനെയുള്ള ആളിനാണ് അനുകൂലമായിട്ട് നിൽക്കുക. പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റിനും കാണുന്നതായ സസ്യങ്ങളും വള്ളികളും മാത്രമൊന്നുമല്ല, പർവ്വതങ്ങളും മാത്രമല്ല, മനുഷ്യര് എല്ലാം അതിൽപ്പെടും. മന്ത്രിമാരാണ് പ്രകൃതികളിലെ ആദ്യത്തേത്. മന്ത്രി, കോശം, അതായത് ഖജനാവ്, അതുപോലെ സൈന്യം, ഇതൊക്കെ പ്രകൃതികളിൽ പെടും. അർത്ഥശാസ്ത്ര പ്രകാരം ഇതൊക്കെയാണ് പ്രകൃതികൾ. മന്ത്രിമാര്, അതേപോലെ തന്നെ ഖജനാവ്, അതേപോലെ തന്നെ സൈന്യം, പിന്നെ മനുഷ്യര്, നാട്ടിലുള്ള ജനങ്ങൾ, അവരും പ്രകൃതിയാണ്. ഏറ്റവും പ്രാധാന്യം നാട്ടിലുള്ള ജനങ്ങൾക്കാണ്. അവരാണ് ഇതിന്റെ എല്ലാറ്റിന്റെയും ഉടമകൾ, എല്ലാറ്റിന്റെയും അധിപതിമാര്. പിന്നെയോ നാട്ടിലുള്ളതായ വൃക്ഷങ്ങൾ, വള്ളികൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഇതെല്ലാം പ്രകൃതിയിൽപ്പെടുന്നു. നദികൾ, സമുദ്രങ്ങൾ, അതേപോലെ ആകാശം, അന്തരീക്ഷം, വായു, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, ഇതെല്ലാം പ്രകൃതിയിൽപ്പെടും. ഈ പ്രകൃതികളെല്ലാം സംരക്ഷിക്കപ്പെടണം. രാജാവിന്റെ വളരെയേറെ ബുദ്ധിപൂർവകമായിട്ടുള്ള ഭരണ നൈപുണിയാൽ, അങ്ങേയറ്റം കരുണാമയമായിരിക്കുന്ന ഭരണ നൈപുണിയാൽ, കാരുണ്യം രാജാവിന് ഏറ്റവും വേണ്ട സദ്ഗുണമാണ്.
രാജാവ് അങ്ങേറ്റം കരുത്തനായിരിക്കണം. ഈ കരുത്ത് മറ്റുള്ളവരുടെ പുറത്ത് പ്രയോഗിക്കാനല്ല, ശത്രുവിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയെയും, നേരത്തെ പറഞ്ഞ ആ പ്രകൃതികൾ ഓരോന്നിനെയും കാരുണ്യത്തോടുകൂടി സംരക്ഷിക്കണം. എല്ലാ പേരിലും കാരുണ്യം ചൊരിയണം രാജാവ്. അപ്പോഴാണ് ആകാശത്തിന് ശാന്തി ഉണ്ടാവുക. ശാന്തി മന്ത്രം, ദ്യൗ ശാന്തി അന്തരീക്ഷം ശാന്തി. ആകാശത്തിന് ശാന്തി ഉണ്ടാവുക, അന്തരീക്ഷത്തിന് ശാന്തി ഉണ്ടാകുന്ന അപ്പോഴാണ്, നദികൾക്ക് ശാന്തി ഉണ്ടാകുന്നത് അപ്പോഴാണ്, അതേപോലെ തന്നെ വായുവിന് ശാന്തി ഉണ്ടാകുന്നത് അപ്പോഴാണ്, വൃക്ഷങ്ങൾക്ക്, വള്ളികൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, മനുഷ്യർക്ക്, ഇങ്ങനെ എല്ലാറ്റിനും ശാന്തി ഉണ്ടാകുന്നത് അപ്പോഴാണ്. രാജാവ് ഈ പ്രകാരത്തില് ലോകത്തെ രക്ഷിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം ഭരണാധിപൻ. സൂര്യവംശജർ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ആ വംശത്തെ സൂര്യവംശം എന്ന് പറഞ്ഞത്. അല്ലയോ രാമ, നീ ഇങ്ങനെ ആയിരിക്കണം. അപ്പോഴാണ് പ്രകൃതികൾ എല്ലാവരും അനുരക്തരായി തീരുക, അങ്ങേറ്റം കൂടിയവരായിട്ട് തീരുക. അങ്ങനെ ആ പ്രകാരത്തിൽ ലോകത്തെ രക്ഷിക്കണം. ഇങ്ങനെ ആരാണോ പ്രകൃതികളാൽ ഇങ്ങനെ സ്നേഹിക്കപ്പെടുന്നത്, ഇഷ്ടാനുരക്ത പ്രകൃതി പാലയതി മേദിനീം തസ്യ നന്ദന്തി മിത്രാണി ലബ്ധ്വ അമൃതമിവാമരാഹ. എപ്പോഴാണോ അമൃതം കിട്ടിയപ്പോഴേക്കും ദേവന്മാര് ആനന്ദിച്ചത്, അതേപോലെ തന്നെ ആ അമൃത കയ്യിൽ വരുന്നതിന് വേണ്ടിയിട്ട് അനുഗ്രഹം ചൊരിഞ്ഞ മഹാവിഷ്ണുവിനെ ഭക്തിയോടുകൂടിയിട്ട് ആദരവോടുകൂടിയിട്ട് അവർ പൂജ ചെയ്തത്, അതേ പ്രകാരത്തില് ഇങ്ങനെ എല്ലാ പ്രകൃതികളെയും സന്തോഷിപ്പിക്കുന്നവരായ, അങ്ങനെ പ്രകൃതികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രകൃതികളെ രക്ഷിക്കുന്നവരായ, അങ്ങനെ ലോകത്തെ രക്ഷിക്കുന്നവരായ രാജാക്കന്മാരെ, ഏതൊരു രാജാവാണോ ഇങ്ങനെ രക്ഷിക്കുന്നത് ആ രാജാവിനെ മിത്രങ്ങൾ എല്ലാവരും അഭിനന്ദിക്കും.